നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കുരുക്ക് മുറുകി മുഖ്യമന്ത്രിക്കും മകൾക്കും ശ്വാസം മുട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട തങ്ങൾക്കെതിരെ ആരംഭിച്ച അന്വേഷണം തടയണമെന്ന KSIDCയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. കരിമണൽ കമ്പനി കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡും എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കാര്യങ്ങളിൽ ഇടപെട്ടത് സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യുവാനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിസമ്മതിച്ചത്. കേന്ദ്ര സർക്കാരിൽ നിന്നും വിശദീകരണം തേടിയ ഹൈക്കോടതി ഹർജി 12ലേക്ക് മാറ്റിയിരുന്നു. വിവരങ്ങൾ തേടി തങ്ങൾക്കയച്ച നോട്ടീസും SFIOയുടെ അന്വേഷണവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു KSIDCയുടെ ഹർജി പരിഗണിക്കവേ പൊതുമേഖലാ കമ്പനി എന്ന നിലയിൽ അന്വേഷണത്തെക്കുറിച്ച് എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജിക്കാരനോട് ചോദിച്ചു. എന്താണ് നിങ്ങൾ മറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്? അവർ ചില വിവരങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കതിന് മറുപടി നൽകുകയോ നിരസിക്കുകയോ ചെയ്യാം. ഒളിക്കാനാകില്ല എന്നും എന്നാൽ 2 സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമാനുസൃതമല്ലെന്നും KSIDC വാദിച്ചിരുന്നു. KSIDCക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥൻ തങ്ങളെ കേൾക്കാതെയാണ് അന്വേഷണം ഉത്തരവിറക്കിയതെന്നും ആരോപിച്ചു. KSIDC CMRൽ നിന്നും 13.41% ഓഹരിയുണ്ട്. നോമിനി ഡയറക്ടർ കമ്പനിയുടെ പതിവ് പ്രവർത്തനങ്ങളിൽ പങ്കില്ല. ഇതിന് 50 കമ്പനികളിൽ നോമിനി ഡയറക്ടർമാരുണ്ട്. ഈ കമ്പനികളിൽ ഏതെങ്കിലും നിയമവിരുദ്ധത കണ്ടെത്തിയാൽ KSIDCക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ല. KSIDCക്കെതിരെ SFIOയുടെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അന്വേഷണം റദ്ദാക്കണം എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. സേവനം ഒന്നും ലഭിക്കാതെ കൊച്ചിയിലെ കരിമണൽ കമ്പനി വീണയുടെ എക്സാലോജിക് സൊല്യൂഷനും കൊടുത്ത കോടികളെ കുറിച്ചും SFIO അന്വേഷിക്കുകയാണ്. KSIDCക്ക് CMRൽ നിന്നും നോമിനി ഡയറക്ടർ ഉള്ളതിനാൽ ഫെബ്രുവരി 6-ന് ഒരു ദിവസത്തിനകം അക്കൗണ്ട് ബുക്കുകൾ, ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ്, ബോർഡ് അംഗങ്ങളുടെ മിനിറ്റ്സ് എന്നിവ നൽകണമെന്നും SFIO കോർപ്പറേഷൻ നോട്ടീസ് നൽകി. എന്നാൽ ഇതിനെ ഹർജിക്കാർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇത് നിയമപരമല്ല എന്നായിരുന്നു അവരുടെ വാദം. സംഭവത്തിൽ SFIOയുടെ അന്വേഷണം ആവശ്യപ്പെട്ട BJP നേതാവ് ഷോൺ ജോർജ് ആണ് പരാതിപ്പെട്ടത്. ഇതേ സമയം തന്നെ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത, മുഖ്യമന്ത്രി പറഞ്ഞ ഭാര്യ കമലയുടെ പെൻഷനിൽ നിക്ഷേപം എന്നത് ഊരാക്കൊടുക്കാകാൻ സാധ്യതയുണ്ട്. കാരണം രേഖകളിൽ വായ്പയാണ് കമ്പനിയുടെ മൂലധനമെന്ന് വ്യക്തമാണ്. ഇതിനൊപ്പം കരിമണൽ കർത്തയുടെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുമാണ് വായ്പ എടുത്തിരിക്കുന്നതെന്നും സൂചനകളുണ്ട്. കമലയുടെ പെൻഷൻ തുകയും അന്വേഷണ പരിധിയിൽ എത്തുന്ന സാഹചര്യമുണ്ടായി. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം എത്തിയാൽ അതിന് മുഖ്യമന്ത്രി മറുപടിയും നൽകണം. ഇത് കോടതികളിൽ പോലും ചർച്ചയാകും. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുവാനുള്ള കോൺഗ്രസ് അംഗം മാത്യു കുഴൽനാടന്റെ നീക്കവും സ്പീക്കർ MN ഷംസീർ തടഞ്ഞതും ചർച്ചയാകുന്നുണ്ട്. എഴുതിക്കൊടുത്ത അഴിമതി ആരോപണം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം വാക്ക് ഔട്ട് നടത്തുകയും ചെയ്തിരുന്നു. വീണയുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരണങ്ങളിൽ കരുതൽ വേണം. അനാവശ്യമായ വിശദീകരണങ്ങൾ കോടതിയിൽ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചർച്ചയാക്കും. അതുകൊണ്ടാണ് പ്രകോപനങ്ങളിൽ നിന്നും വീഴുന്ന പ്രതികരണം നടത്തരുതെന്ന ഉപദേശം എല്ലാവർക്കും കിട്ടുന്നത്. പ്രകോപനമുണ്ടാക്കാൻ പലരും ശ്രമിക്കുമെന്നും അതിൽ വീഴരുത് എന്നുമാണ് ബന്ധപ്പെട്ടവർ നൽകിയ ഉപദേശം. അതുകൊണ്ട് തന്നെ ഓരോ വാക്കും ഈ വിഷയത്തിൽ കരുതലോടെ മാത്രമേ ഉണ്ടാകൂ എന്നതും വസ്തുത. മാത്യു കുഴൽനാടനും ഷോൺ ജോർജും കൂടുതൽ അഴിമതികൾ പുറത്തുവിടുമെന്ന നിലപാടിലുമാണ്. ആരോപണങ്ങൾ പലതെത്തിയാലും കോടതിയിലെ തീർപ്പുണ്ടാകും വരെ തൽക്കാലം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടവർ പ്രതികരിക്കില്ല. എന്തായാലും ഈ 2ാം പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രി കസേര എക്സാലോജിക്കും മകളും വഴി താഴെ വീഴുമോ എന്ന് നമുക്ക് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിലൂടെ കണ്ടറിയാവുന്നത് തന്നെയാണ്.